തിന്നാൻ നടന്നു തൂറാന യോഗം. എന്തോ സംഭവമുണ്ട്. लेकिन बीफ नहीं खाऊंगी. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം. 450 കിലോ ഉള്ള ബീഫും മേടിച്ച് സ്വയം ഇവിടെ നമുക്ക് തന്നെ തിന്നാ തീരില്ല 1 കിലോ ബീഫ്. അപ്പോഴാണ് വേറൊരാളെ ആര് കുത്തിത്തിരിക്കാൻ വേണ്ടി. എന്റെ നാവ് ചൊറിഞ്ഞു വരുന്നു, ഞാൻ എന്തെങ്കിലും വിളിച്ചു പറയും. എന്തെങ്കിലും ബീഫ് മാത്രം കൊടുക്കരുതെന്നാണ് നാറി ഇത് എഴുതിയനോടാ പറയുന്നത്. പൊറാട്ടയിലും മിക്സ് ചെയ്ത് കൊടുക്കണം, അതാണ് ആ കുട്ടി കഴിക്കാൻ. മനുഷ്യരോട് ഭ്രാന്ത് പിടിച്ച് കിടക്കുമ്പോൾ അവന്റെ ഒരു അതൊക്കെ എന്താ അറിയാ, ഈ ബീഫ് എന്ന് പറഞ്ഞ സാധനം തന്നെ ഇവരൊരു പൊളിറ്റിക്കലി ഒരു ടൂളാക്കി വെച്ചിട്ടുള്ളത്. അത് കേരളത്തിൽ വന്നിട്ടാണ് അവന്മാർ പോയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ അവന്മാർ കണ്ട കേരളതല്ല, നോർത്തിൽ എവിടെയോ തന്നെ കറങ്ങിയിട്ട് ഒരു സാധനം സെറ്റാക്കി പോയ പോലെ ഉണ്ട്. തല്ലുകൊണ്ട് ഓടുന്നവരല്ലടാ മലയാളികൾ, ഞങ്ങളെല്ലാം ഒതേനന്റെ നാട്ടുകാരാ. എന്താ പൊന്നാളിയാ, ഇത് എഴുതിയവനെ കൊണ്ടുവാ. നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിക്കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. ഈ മതം കൺവേർട്ട് ആവുന്നത് ബീഫ് കഴിക്കുന്നത് നമ്മൾ എന്ത് വന്നെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. പോയി ചത്തുടടാ. കഴിവുള്ള ഒരു എഴുത്ത് തന്നെയായിപ്പോയി. ഒരുപാട് കഴിവ് ഏറിപ്പോയതിൻ്റെ ഒരു പുറത്ത് നിന്നുകൊണ്ട് ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റിങ് തന്നെ ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാ, ഇനി ചോദിക്കരുത്. എനിക്ക് വയ്യ. കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ.